ജോസ് പ്രകാശ് സാറിനോടൊപ്പം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നിരവധി ചിത്രങ്ങളിൽ നായകനായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ റൊമാൻറ്റിക് ഹീറോ ആയ ഒരു അഭിനേതാവ്. അങ്ങനെയും ഇങ്ങനെയൊന്നും നമ്മുടെ മലയാളം ടെലിവിഷനുകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണാറില്ല. ഞങ്ങൾ ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചപ്പോൾ സ്നേഹപൂർവ്വം ഞങ്ങളെ പരിഗണിക്കുകയും അതിൽ ഞാൻ വരണം, അതെൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയും ചെയ്ത ഒരാൾ. ഇന്ന് അദ്ദേഹത്തെ ഷൂട്ടിങ്ങിന് മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം നർമ്മത്തിൽ ചാലിച്ചൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ പഴയ രവികുമാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പുതിയ രവികുമാർ വന്നിട്ടില്ലല്ലോ, എന്നാലും ഞാൻ പഴയ രവികുമാർ എന്ന് നർമ്മത്തിൽ പറഞ്ഞ മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാവ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട രവികുമാർ സാർ. സാർ സ്വാഗതം നമ്മുടെ ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് സാർ എന്ന് പറയുന്ന ഈ എപ്പിസോഡിലേക്ക്. ജോസ് പ്രകാശ് സാറിനെ രവികുമാർ സാർ ആദ്യമായിട്ടൊരു കണ്ട ഓർമ്മകളുണ്ടോ? ഉണ്ട്. ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ്. ആദ്യമായിട്ട് എൻ്റെ അച്ഛനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. അമ്മ എന്ന് പറഞ്ഞൊരു സിനിമയിൽ KP കൊട്ടാരക്കര M കൃഷ്ണനായർ ഡയറക്റ്റ് ചെയ്ത അമ്മ. അതിലുണ്ട് അച്ഛനായിട്ട് പപ്പയും, ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ പപ്പയും, അമ്മയായിട്ട് ശ്രീവിദ്യ, വളത്തമ്മയായിട്ട് KR വിജയും, വളത്തച്ഛനായിട്ട് മധുചേട്ടനും. അത് 1974 അന്ന് മുതൽ ഞാൻ പപ്പ എന്നാ വിളിച്ചിട്ടുള്ളൂ. അന്ന് ഞങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സുള്ള ആർട്ടിസ്റ്റായിട്ട് ഞങ്ങളുടെ സീനിയേഴ്സിന് ഫീൽഡ് അതായിരുന്നു അന്ന്. വളരെ ബഹുമാനത്തോടെ ഞങ്ങൾ മൂവ് ചെയ്യുള്ളൂ. അവരൊക്കെ ഞങ്ങളെ വാടാ പോടാന്നാണ് വിളിക്കുള്ളൂ. അത് ആ വാത്സല്യം കൊണ്ട് വിളിക്കണതാണ്. ഇന്ന് വിളിക്കാൻ നോക്കില്ല അറിയാമില്ല. ഇന്ന് ഹീറോനെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ല, ചെറുതാണേലും വേണേ വിളിച്ചാൽ മതി. അത് എടാ രവി എന്നൊക്കെ ആരെയുള്ള ശരി. പക്ഷേ നസീർക്ക് അങ്ങനെ വിളിക്കില്ല, എസ് എന്നാ വിളിക്കുള്ളൂ അദ്ദേഹം. ഇവർക്ക് വാത്സല്യം അച്ഛൻ്റെ വയസ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത മോൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് രാജൻ. ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണെന്നോ ഒരു സ്റ്റാറാണെന്നോ, അദ്ദേഹത്തിൻ്റെ വഴിയിലൊരു സ്റ്റാറായിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളും അച്ഛൻ കഥാപാത്രങ്ങളും ക്യാരക്ടർ റോൾസ് ചെയ്തുകൊണ്ട് ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലാതെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നതും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ എറണാകുളത്ത് വന്ന് കഴിഞ്ഞ് വലിയ ആർട്ടിസ്റ്റായി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നടക്കാൻ പോകുമെന്ന് പറഞ്ഞു. അത് രാജൻ പറഞ്ഞാൽ എനിക്കറിയോ. നടക്കാൻ പോകുമ്പോൾ പഴയ ആർട്ടിസ്റ്റാണെന്ന് മുമ്പ് ഏത് കടയിൽ ചായ കുടിച്ച് ആ കടയിൽ കയറി ചായ കുടിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണെന്നോ നിങ്ങൾക്ക് അറിയാമല്ലോ? എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഫോട്ടോസ് കണ്ടെന്ന് ഞാൻ പഴയ കാലത്തിലോട്ട് പോയി. ഇതൊക്കെ കാണുമ്പോൾ ഒരു 70 പോയി. ഞാൻ വന്ന പീരീഡാണല്ലോ. അപ്പോൾ ഞാൻ വരുമ്പോഴേ ഇവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റായിരുന്നു. പിന്നെ രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ നിർമ്മിച്ച ഉല്ലാസയാത്ര. അതിൽ പപ്പ, ജോസ് പ്രകാശ് ഏട്ടൻ, ഷീലാമ്മയുമായിരുന്നു പേര്. അതിനകത്ത് രവിയേട്ടൻ സിനിമ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ 19 വയസ്സിലല്ലേ അത്? 19 വയസ്സ്. 19ാമത്തെ വയസ്സിൽ നിർമ്മാതാവാണ്, പ്രൊഡ്യൂസറാണ്. എന്നെ ആക്കിയതാ എൻ്റെ അച്ഛൻ. ഉല്ലാസയാത്ര രവികുമാർ ഫിലിംസ്. അതിനകത്ത് പ്രത്യേക ഒരു കാര്യം പറയണെങ്കിൽ, മരിച്ചുപോയ ജയൻ അദ്ദേഹം അതിനു മുമ്പ് ശാപമോക്ഷം എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ എറണാകുളത്ത് എൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ലൊക്കേഷൻ കാണാൻ വന്നിട്ട് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുമ്പോൾ പപ്പ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ മോൻ രാജൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തെ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ വരാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ രാജനാണ് വിളിച്ചുകൊണ്ട് BTH എന്നിട്ട് ആ പടത്തിലുള്ള ഉല്ലാസയാത്രയിൽ അച്ഛൻ ഉടനായിട്ട് മെയിൻ വില്ലനായിട്ട് ജയന്, കൃഷ്ണനായർ എന്ന് പറഞ്ഞ ജയന്, അത് പഴയ ആൾക്കാർക്ക് അറിയാം. ഓ
അത് ഞാനേ പ്രഭാചേട്ടോ ഈ പറഞ്ഞ കഥ ഇപ്പൊ ഒരു ചോദ്യം, അതായത് ഈ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ജയൻ എന്ന് പറയുന്നതിനകത്ത് ജയൻ സാറിന് ആ പേരിട്ടത് ജോസ് പ്രകാശന് അങ്ങനെ ഉള്ളതാണ്. അതെ 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 അതെ. അതായത് ഈ ജയൻ കൃഷ്ണൻ നായർ നേവിയിലായിരുന്നല്ലോ. അതിനുശേഷം വന്ന് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠന്റെ ഒരു കടയുണ്ട്, ജോസ് പ്രകാശ് ആൻഡ് സൺസ്. അത് രാജനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കടയിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു ഈ കൃഷ്ണൻ നായർ. അവിടെ വന്നേക്കും ഇരിക്കും, ഭയങ്കര എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്ത് വളരെ ഇതായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ പുള്ളിക്കൊരു സിനിമാ മോഹമുണ്ട്. അങ്ങനെ ജ്യേഷ്ഠൻ ജേസിയോട് പറഞ്ഞിട്ടാണ് ശാപമോക്ഷം എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യം അഭിനയിക്കുന്നത് ജയൻ. അപ്പം കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റി ജയൻ എന്ന് പേരിട്ട് ജ്യേഷ്ഠനാണ്. അത് കൂടാതെ കോട്ടയത്തെ ജയവിജയന്മാർക്ക് ആ പേരിട്ട് ജ്യേഷ്ഠനാണ്. കാരണം ഞങ്ങളുടെ അയൽവക്കമാണ് ഈ ജയന്മാരുടെ ഫാമിലി. അപ്പോ ഈ മനോജ് കെ ജയൻ ജയൻ ഇഷ്ടം പോലെ ഭക്തിഗാനങ്ങൾ ജയവിജയന്മാര് വലിയ സംഗീതജ്ഞരാണ്. സിനിമയുടെ സംഗീത സംവിധാന രംഗത്തിലെല്ലാം ഒരാളുടെ പേര് ജയനെന്നും വിജയനെന്നും സെപ്പറേറ്റ് വിളിക്കുമെങ്കിലും ജ്യേഷ്ഠന്റെ ഒരു നാടകത്തിന് സംഗീതം കൊടുത്തത് ഇവരാ. അപ്പം ജ്യേഷ്ഠൻ പറയണം, നിങ്ങളുടെ പേര് ഞാൻ ജയവിജയന്മാർ എന്നാക്കുക, കാരണം ഇവരുടെ മൂത്ത ജ്യേഷ്ഠനുമായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ പഠിച്ചിട്ടുണ്ട്, അവരുടെ അടുപ്പക്കൂടുതലുണ്ട്. ഓ, ഇതൊക്കെ ഈ തിക്കുറിശി സാറാണ് ഇങ്ങനത്തെ പരിപാടികൾ പേരിടുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത് രണ്ടും പുതിയ അറിവാ. അതെ അതെ. ഇതും ജയൻ തന്നെ രണ്ടുപേരിലും യാദൃശ്യമായിരിക്കും. വിജയന്മാർക്ക് പേരിടുമ്പോഴും കൃഷ്ണൻ നായരെ ജയൻ എന്നുള്ള പേരിടുമ്പോഴും യാദൃശ്യമായിരിക്കും എന്ന് പറഞ്ഞാൽ വിജയം ജയം എന്ന് വെച്ചാൽ വിജയം. അതെ, അങ്ങനെ അച്ഛനോട് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം. അന്നത്തെ കാലത്ത് പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുക, ബാക്കി ആരും ഇതിൽ ഡയറക്ടേഴ്സ് ഒന്നുമില്ല. പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുക എന്റെ പടത്തിൽ ആരൊക്കെ അഭിനയിക്കണം. അച്ഛൻ പറഞ്ഞു ശരി, എന്റെ പടത്തിലുള്ള ഒരു വില്ലൻ റോളായിട്ട് ചെയ്യണം, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അവിടെയാണ് ജയൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഹീറോ ഒരു ഉദയം. വേറെ ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ അച്ഛൻ ഇതിനു മുമ്പ് 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യമായിട്ട് സത്യമാഷ്ടർ, രണ്ടാമതായിട്ട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ പ്രേം നസീർക്ക, മൂന്നാമത് ഈ ചെറിയ ആർട്ടിസ്റ്റ് ഞാൻ ഉല്ലാസയാത്രയുള്ള. അച്ഛൻ അവർ രണ്ടുപേരും ത്യാഗസീമ എന്ന് പറഞ്ഞ പടത്തിലായിരുന്നു. ത്യാഗസീമകളായിരുന്നു പ്രേം നസീർ ആദ്യമായിട്ട്. അതിനെ റെക്കമെൻഡ് ചെയ്തത് തിക്കുറിശി ആശാനായിരുന്നു. അച്ഛൻ്റെ അതിനു മുമ്പിലത്തെ പടങ്ങളിലൊക്കെ തിക്കുറിശി ആശാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഒരു ലെറ്റർ കൊടുത്തയച്ചു, ദിസ് ബോയ് അബ്ദുൽ ഖാദർ ഈസ് വെരി ഗുഡ് ഇൻ ആക്ടിങ്, മിസ്റ്റർ മാഡം ഇഫ് യു ക്യാൻ പ്ലീസ് ഗിവ് ഹിം സം റോൾ. അങ്ങനെയാണ് കൊളത്തൂർ ആയിരുന്നു അച്ഛൻ. വേറെ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ പണിതനുണ്ട് അച്ഛനായിരുന്നു, ശ്രീകൃഷ്ണ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ്. മെരിലാൻഡിനും ഉദയയുടെ മുമ്പ് കൊളത്തൂരിൽ. കൊളത്തൂർ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം കൊളത്തൂര്. അവിടുത്തെ ആദ്യത്തെ സ്റ്റുഡിയോ, ആദ്യത്തെ കേരളത്തിലെ സ്റ്റുഡിയോ. പക്ഷെ രവികുമാർ സാറൊക്കെ ചെന്നൈ അല്ലേ? ചെന്നൈളാ ഞാൻ ജനിച്ചത്. അത് കഴിഞ്ഞിട്ടാ ഞാൻ 54 ജനിച്ചത്. ഇതൊക്കെ 50s ബിഗിനിങ്ങിലാണ്. അപ്പൊ അക്കാലത്ത് ഇപ്പൊ പറഞ്ഞു ഇവരെല്ലാം നായകന്മാരാണ്. ശരിക്കും സൗഹൃദങ്ങൾ ഉണ്ടാവുമെങ്കിലും എപ്പോഴെങ്കിലും ഇത്രയും വില്ലനായിരുന്നതിന്റെ ഒരു ദുഃഖം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വില്ലനല്ല, അല്ലാത്ത വേഷങ്ങൾ ചെയ്യണം. കാരണം നിരന്തരം വില്ലനുണ്ട്. ഒരു 10 കൊല്ലത്തോളം എത്ര സിനിമകളിൽ വില്ലനായിട്ടുണ്ടെന്നുള്ളതിന് കൈയും കണക്കുമില്ല. അത് ജേഷൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഒരു ക്യാരക്ടർ റോള് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് പുള്ളിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുള്ള ചുരുക്കം ചില വേഷങ്ങൾ അസലായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഒന്ന്, ഞാൻ തന്നെ നിർമ്മിച്ച പെരുവഴി അമ്പലത്തിലെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, വളരെ ശ്രദ്ധേയമായ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഭാര്യ, തിക്കുറിശി ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം, അതിൽ രാഗിണിയുടെ കാമുകനായിട്ടായിരുന്നു, നല്ലൊരു വേഷമായിരുന്നു. അതേപോലെ അരനാഴിക നേരത്തിലെ ഒരു അച്ഛൻ കഥാപാത്രം ഉണ്ടായിരുന്നു. കാട്ടുകുരങ്ങിലെ ആ നാദബ്രഹ്മത്തിൽ നിന്നുള്ള പാട്ട് പാടുന്ന ആ ക്യാരക്ടർ, ഇങ്ങനെയൊക്കെയുള്ള നല്ല കുറേ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആദ്യകിരണങ്ങൾ, കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാലത്ത് വിഷമം ഇല്ലാഴികയില്ല, പക്ഷേ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്തു പോകുന്നു എന്നുള്ള ഒരു വിഷമമുണ്ട് എല്ലാവർക്കും. ഒരു പടം നസീറുണ്ട്, ഷീലയുണ്ട്, ജയഭാരതിയുണ്ട്, എന്നാൽ ജോസ് പ്രകാശ് വില്ലൻ. ഇങ്ങനെ ഒരു കഥ ചട്ടക്കൂടുണ്ടാക്കി വെച്ചത് കൊണ്ട് പറ്റിയതായിരിക്കാം. ശരിക്കും പുള്ളി ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുമുണ്ട്, നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. വേറെ കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അന്ന് ഈ ഹീറോ സിനിമയിൽ വലിയ വിദ്യാഭ്യാസമുള്ള ആളും സർവ്വ ഗുണഗണ സമ്പന്നനായിട്ടുള്ള ആളുമായിരിക്കും ഹീറോ. പക്ഷെ നമ്മൾ സിനിമകൾ എടുത്ത് ഇങ്ങനെ പരിശോധിച്ചാല് ഒരു വിദ്യാഭ്യാസത്തിന്റെ, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി നമുക്ക് തോന്നുന്നത് എപ്പോഴും വില്ലനായിരിക്കും. വില്ലൻ
വെൽ ഡൺ മൈ ബോയ് എന്നൊക്കെ ഒരിക്കലും ഒരു ഹീറോ ഒരാൾ നല്ല കാര്യം ചെയ്ത വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു പടം നിങ്ങൾ എത്ര പടം പരിശോധിച്ചാലും ഹീറോയ്ക്ക് ഇത് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ജോസ് പ്രകാശ് സാറിന്റെ വില്ലന്മാരെല്ലാം വളരെ സോഫിസ്റ്റിക്കേറ്റഡ്, നല്ല ഇംഗ്ലീഷ് പറയുന്ന, നല്ല ഇംഗ്ലീഷ്, അതും പപ്പയുടെ ഇംഗ്ലീഷൊക്കെ ബൈ ദ ബൈ ഒന്നും ഇവര് ഇടുകയില്ലായിരുന്നു. അത് കൈ നിടുന്നതാണോ അന്നത്തെ എഴുത്തുകാർ കൂടെ? കാരണം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അന്നത്തെ എഴുത്തുകാരും ഇവര് നടന്മാരും തമ്മിലുള്ളൊരു നല്ലൊരു കോപ്പറേഷൻ കാണും. ചില ഒരു അഭിപ്രായം പറഞ്ഞു കാണുമായിരിക്കും. പുള്ളിയുടെ തന്നെ അഭിപ്രായം ഞാൻ പറയുന്നില്ല, നമുക്കത് ഇടാം എന്ന് പറഞ്ഞാൽ ഒരു പേരെ ശശികുമാർ സാർ സമ്മതിച്ചിരിക്കാം, കൃഷ്ണൻ നായർ സാർ സമ്മതിച്ചിരിക്കാം. അത് ആ ഒരു രീതിയിൽ ഒരു കൊടുക്കൽ വാങ്ങലിൽ പറയപ്പെട്ടതാണ്. പിന്നെ ജ്യേഷ്ഠനെ പറ്റി പറയുമ്പോൾ പുള്ളി 7 കൊല്ല പട്ടാളവാസത്തിൽ പുള്ളിക്ക് കിട്ടിയ ഏറ്റവും അനുഗ്രഹം ഹിന്ദിയും ഇംഗ്ലീഷും സുന്ദരമായിട്ട് സംസാരിക്കും. ഏത് ഹിന്ദിയിൽ സംസാരിക്കും. ഞാനിത് ആലോചിച്ചു. കാരണം തുടക്കത്തില് പ്രേമരാജ് സാർ പറഞ്ഞു അദ്ദേഹം 10ാം ക്ലാസ് പാസ്സാകാത്ത ആളാണ്. നമ്മള് ശ്രദ്ധിച്ചാല് 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരാളുടെ ആക്സെന്റോ ടോണോ ഒന്നും അല്ല. ഇംഗ്ലീഷ് റെൻഡറിംഗ് ഒക്കെ ഗംഭീര റെൻഡറിംഗ്. വേറൊരു കാര്യമുണ്ട്, അന്നത്തെ ഇംഗ്ലീഷ് വേറെയാണ്. അത് കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് എന്ന് പറയും. അതെ, ബ്രിട്ടീഷ് സ്വാധീനമുള്ളതുകൊണ്ട് അന്ന് 10ാം ക്ലാസ് പഠിച്ചവർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് സംസാരിക്കാൻ ഒക്കില്ല.